നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 12 വ്യാഴാഴ്ചയാണ്, ചിങ്ങം 27. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തേക്കും. സംഘർഷത്തിൽ ഉൾപ്പെട്ട കണ്ടാലറിയാവുന്ന വിദ്യാർത്ഥി പ്രവർത്തകർക്കെതിരെയും കേസെടുക്കും. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. ആലപ്പുഴ കലവൂരിൽ സുഭദ്രയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കാണാമറയത്ത്. സുഭദ്രയെ കൊന്നുകുഴിച്ചു മൂടിയ ശേഷം കോർത്തുശ്ശേരിയിലെ വാടക വീട്ടിൽ നിന്ന് മുങ്ങിയ മാത്യൂസിനും ശർമിളയ്ക്കും വേണ്ടി തെരച്ചിൽ തുടരുന്നു. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കും പോലീസ് അന്വേഷണം. മണിപ്പൂരിൽ വിദ്യാർത്ഥി പ്രതിഷേധം തുടരുന്നു. പ്രതിഷേധം മണിപ്പൂരിലെ സുരക്ഷാ ഉപദേഷ്ടാവിനെയും DGPയെയും മാറ്റണമെന്നാവശ്യപ്പെട്ട്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്നാരോപിച്ച് രാത്രി സ്ത്രീകൾ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ മണിപ്പൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി. തിരുവനന്തപുരം വെള്ളറടയിലെ മധ്യവയസ്കന്റെ മരണത്തിൽ കൂടുതൽ വിപുലമായ അന്വേഷണത്തിന് പോലീസ്. പരിക്കേറ്റ സുരേഷിനെ മുറിയിൽ ഉപേക്ഷിച്ചു പോയവർക്കായി അന്വേഷണം. കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിക്കും. മരണം സംഭവിക്കാൻ കാരണം ആന്തരിക ക്ഷതമെന്ന് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം വെള്ളറടയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സുരേഷിന്റെ മൊബൈൽ ഫോൺ പോലീസിന് ലഭിച്ചു. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. സുരേഷിനെ ഫോണിൽ ബന്ധപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്ക് നീതി തേടി പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് ചർച്ചയ്ക്കായുള്ള ബംഗാൾ സർക്കാരിന്റെ രണ്ടാമത്തെ ക്ഷണവും നിരസിച്ചു. ചർച്ചയിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കണം, ചർച്ച ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം, 30 പ്രതിനിധികളെങ്കിലും ചർച്ചയ്ക്ക് അനുവദിക്കണം തുടങ്ങിയ ഉപാധികൾ മുന്നോട്ട് വെച്ച് ഡോക്ടേഴ്സ്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഡൽഹി എയിംസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സംഘം ഇന്നലെ വൈകിട്ട് ആരോഗ്യനില അവലോകനം ചെയ്തിരുന്നു. ഹരിയാന തെരഞ്ഞെടുപ്പിനുള്ള 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കോൺഗ്രസ്. 5 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ നിലവിലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ എണ്ണം 86ആയി. തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. ഓണത്തോടനുബന്ധിച്ച് പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി നട തുറക്കും. കന്നിമാസ പൂജകൾക്ക് ശേഷം ഈ മാസം 21-ന് നടയടയ്ക്കും. 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 5 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ഹോട്ടൽ ഹയാത്ത് റീജൻസിയിൽ രാവിലെ 10-ന് ആരംഭിക്കുന്ന ഏകദിന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനാകും. മലബാർ സമരവുമായി ബന്ധപ്പെട്ട 1921 കേസുകൾ പുനഃപരിശോധിക്കണമെന്ന് ചരിത്രകാരനും ഗവേഷകനുമായ ഡോക്ടർ അബ്ബാസ് പനക്കൽ. ഡി കൊളോണിയൽ രീതിയിൽ രചിച്ച മുസ്ലിയാർ കിങ് എന്ന ഏറ്റവും പുതിയ പുസ്തകത്തെ ആധാരമാക്കി നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ അബ്ബാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, ഡോക്ടർ ശിവദാസൻ, ഡോക്ടർ മാധവൻ, ഡോക്ടർ അബ്ദുറസാഖ് എന്നിവർ സംസാരിച്ചു. കോട്ടയം വൈക്കം മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണവിപണി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VT പ്രതാപൻ അധ്യക്ഷനായി. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ നസീറ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരുക്കിയ ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ വിളവെടുപ്പ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി U ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഡീൻ ഡോക്ടർ ഗോപകുമാർ കർത്ത, ഡോക്ടർ മൂപ്പൻസ് കോളേജ് ഓഫ് ഫാർമസി പ്രിൻസിപ്പൽ ലാൽ പ്രസാദ് ML, ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ശ്രീമതി ലിഡ ആന്റണി എന്നിവർ പങ്കെടുത്തു. ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയാനായി ഇനി മുതൽ നീല നിറത്തിലുള്ള പ്രത്യേക കവറുകളിൽ നൽകണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആദ്യഘട്ടമായി 50,000 നീല കവറുകൾ തയ്യാറാക്കി സംസ്ഥാനത്തെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകൾക്ക് നൽകും. ഘട്ടം ഘട്ടമായാണ് പദ്ധതി നടപ്പാക്കുകയെന്ന് മന്ത്രി. ക്യാൻസർ രോഗിക്ക് മെഡിക്ലെയിം നിഷേധിച്ചതിൽ ഇടപെട്ട് എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി 2,60,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ്. എറണാകുളം പിറവം സ്വദേശി അജയകുമാറിന്റെ പരാതിയിലാണ് നടപടി. തിരുവനന്തപുരം പെരുമ്പഴുതൂർ ജംഗ്ഷൻ വികസന പദ്ധതിയുടെ ഭാഗമായി നഗരസഭ ഏറ്റെടുത്ത കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. ഹെർമിറ്റ് എന്ന കമ്പനിയുടെ സഹകരണത്തോടെ DPR തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. 6 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയുമെന്ന് കരുതുന്നതായി നഗരസഭാ ചെയർമാൻ PK രാജ്മോഹൻ.
ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി വാഹന പാർക്കിംഗ് ഏരിയകളുടെ നിർമ്മാണം പൂർത്തിയായി. കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് മുന്നോടിയായാണ് പാർക്കിംഗ് നവീകരിച്ചത്. കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിലെ കുഴികൾ മൂടാനുള്ള ജോലികൾ ആരംഭിച്ചു. ടാറിംഗ് പൊളിയുന്നത് സ്ഥിരമായതിനാൽ ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്യാനാണ് തീരുമാനം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റേഷന് മുന്നിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷൻ നെല്ലിമൂടിപ്പട്ടി പാതയിൽ വേബ്രിഡ്ജിന് സമീപമുള്ള അപകടകരമായ റോഡിലെ കുഴിയടച്ച് ട്രാഫിക് പോലീസ്. കുഴിയടയ്ക്കാനുള്ള സിമന്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ SIയുടെ നേതൃത്വത്തിൽ പോലീസ് ജീപ്പിൽ എത്തിച്ചു. ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ വെങ്ങാലൂർ കട കോളനി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം. റോഡിൽ വാഴ നട്ട് നാട്ടുകാർ. പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി പ്രദേശവാസികൾ. കോൾപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ട തൃശൂർ ഷായിക്കടവിൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ബോട്ട് സർവീസ് ആരംഭിക്കുന്നു. പഞ്ചായത്തും ഡ്രീം ഇക്കോ വാട്ടർ സ്പോർട്സ് ആൻഡ് ടൂറിസം ഗ്രൂപ്പും ചേർന്നാണ് ബോട്ടിംഗ് തുടങ്ങുന്നത്. പദ്ധതി ഇന്ന് K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട കൂടൽ സെന്റ് മേരീസ് മഹാ ഇടവകയുടെ സെന്റ് മേരീസ് മോഡൽ സ്കൂളിനായി നിർമ്മിച്ച കെട്ടിടം ആന്റണി MP ഉദ്ഘാടനം ചെയ്തു. പുതുതായി നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം കോന്നി MLA അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ നിർവഹിച്ചു. സ്കൂൾ ലൈബ്രറി പറക്കോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PV ജയകുമാറും ഉദ്ഘാടനം ചെയ്തു. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ഓണാഘോഷം നടത്തി. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് ആഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കി. ബഡ്സ് സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അധ്യാപകർക്കും സദ്യ ഒരുക്കി. അവരോടൊപ്പം സദ്യയുണ്ട്. ഓണം ആഘോഷിച്ച് പൂവാർ ശിശു സൗഹൃദ പോലീസ്. പൂവാർ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ ISHO സുജിത്ത്, CWO ഷാജികുമാർ, SI അഭയകുമാർ, SCPO ക്രിസ്റ്റഫർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷം ഒരുക്കിയത്. കഴിഞ്ഞ 2 വർഷവും തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം നേടിയത് പൂവാർ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനാണ്. റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സമാഹരിച്ച രൂപ സംസ്ഥാന സെക്രട്ടറി VK സരോജിന് കൈമാറി. DYFI യൂണിറ്റ് തലം മുതൽ വിവിധ ചലഞ്ചുകൾ സംഘടിപ്പിച്ചും മത്സ്യ പച്ചക്കറി വിൽപ്പന നടത്തിയും സുമനസുകളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചുമാണ് തുക കണ്ടെത്തിയത്. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം R രാഹുൽ, ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ തുക കൈമാറി. ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിന്റെ റാന്നിയിലുള്ള സെൻട്രൽ എക്സ്പെരിമെന്റ് സ്റ്റേഷനിൽ ഓണം ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. റിസർച്ച് ഡയറക്ടർ ഡോക്ടർ MD ജെസി ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷൻ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ സൂര്യകുമാർ അധ്യക്ഷനായി. റീബിൽഡ് വയനാടിനായി കൈകോർത്ത കാസർഗോഡ് ജില്ലയിലെ ഗ്രന്ഥശാലകൾ. വെള്ളരിക്കുണ്ട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച 2,84,360 രൂപയുടെ ചെക്ക് താലൂക്ക് സെക്രട്ടറി AR സോമൻ കൈമാറി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാന അസോസിയേഷൻ. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൗട്ട് ഗൈഡ് ക്ലബ്ബ് സമാഹരിച്ച 1,51,440 രൂപ ജില്ലാ സെക്രട്ടറി VV മനോജ് കുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം GK ഗിരീഷിന് കൈമാറി. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P വിജേഷ്, ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അയൽവാസിയുടെ വീട്ടിലെ വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിനിടെ യുവാവ് ഷോക്കേറ്റു മരിച്ചു. കൈപ്പള്ളി ഇടശ്ശേരിക്കുന്നിൽ ജോമീസാണ് മരിച്ചത്. ഉടൻ തന്നെ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാസർഗോഡ് വെള്ളരിക്കുണ്ട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണയത്തിനുള്ള സായാഹ്ന ക്യാമ്പ് നടത്തി. വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ രോഗനിർണയത്തിനുള്ള അവസരമൊരുക്കുന്നതിനാണ് സായാഹ്ന ക്യാമ്പുകൾ നടത്തിയത്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷോബി ജോസഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്തയുടെ ഭാഗമായുള്ള കാഞ്ഞങ്ങാട് നഗരസഭാ കൃഷിഭവന്റെ ഓണച്ചന്ത ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷനായി. അധ്യാപകൻ ഹൃദയാഘാതം മൂലം മരിച്ചത് തേവര SH കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ജെയിംസ് V ജോർജ്. 38 വയസ്സായിരുന്നു. കോളേജിലെ ഓണാഘോഷത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. വിദൂര തദ്ദേശീയ ഗ്രാമങ്ങളിൽ എയർ ഫൈബർ സാങ്കേതിക വിദ്യയിൽ അതിവേഗ 5G സേവനങ്ങളെത്തി. പാലക്കാട് അട്ടപ്പാടിയിലടക്കം 5 ഗ്രാമങ്ങളിലാണ് 5G ഇന്റർനെറ്റ് സേവനം പട്ടിക വിഭാഗ വികസന വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തത്.
പട്ടികവർഗ വികസന വകുപ്പും റിലയൻസ് ജിയോയുമായി സഹകരിച്ചാണ് 5G എയർ ഫൈബർ സൗകര്യം തദ്ദേശീയമായി ഗ്രാമങ്ങളിൽ ആദ്യമായി ലഭ്യമാക്കിയത്. ഉദ്ഘാടന യോഗത്തിൽ പട്ടികവർഗ ഡയറക്ടർ ഡോക്ടർ രേണുരാജ്, ജിയോ കേരള മേധാവി KC നരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന എറണാകുളം ജില്ലാതല അദാലത്ത് ഇന്ന്. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ രാവിലെ 10-ന് ആരംഭിക്കുന്ന അദാലത്തിന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി നേതൃത്വം നൽകും. ഹരിതകർമ്മസേന പദ്ധതി നിർവഹണത്തിനായി കോട്ടയം ജില്ലാ കോർഡിനേറ്ററെയും CDS കോർഡിനേറ്ററെയും കുടുംബശ്രീ വഴി നിയമിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. സ്കോൾ കേരള മുഖേന 2024-26 ബാച്ചിലേക്കുള്ള ഹയർ സെക്കൻഡറി കോഴ്സുകളുടെ 1-ാം വർഷ പ്രവേശന തീയതി നീട്ടി. പിഴയില്ലാതെ ഈ മാസം 18 വരെയും 60 രൂപ പിഴയോടെ ഈ മാസം 20 വരെയും ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിലെ റെഗുലർ ഡിപ്ലോമ 3-ാം ഘട്ട സ്പോട്ട് അഡ്മിഷൻ നാളെ. താൽപ്പര്യമുള്ളവർ രാവിലെ 9-ന് കോളേജിലെത്തി രജിസ്ട്രേഷൻ നടത്തണം. അഡ്മിഷൻ സംബന്ധിച്ച വിവരങ്ങൾ വെബ്സൈറ്റിൽ. കണ്ണൂർ പട്ടുവം കയ്യന്തടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ M.Com ഫിനാൻസ് കോഴ്സിൽ സീറ്റൊഴിവ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി നാളെ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെയും ഓംബുഡ്സ്മാൻ സിറ്റിംഗ് ഇന്ന്. രാവിലെ 11 മണി മുതൽ 1 മണി വരെ വർക്കല ബ്ലോക്ക് പഞ്ചായത്തിൽ സിറ്റിംഗ് നടത്തും. തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റുകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ദേശീയ വാർത്തകൾ. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ചികിത്സ സൗജന്യമാക്കി കേന്ദ്ര സർക്കാർ. വരുമാനം പരിഗണിക്കാതെ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കും. തീരുമാനം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധ വിഘടനവാദ ഗ്രൂപ്പിന്റെ നേതാവായി മാറുകയാണെന്ന് വിമർശനം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 40 സ്റ്റാർ പ്രചാരകരെ പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഭാര്യ സുനിത കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവർ പട്ടികയിൽ. മണ്ഡപത്തെയും രാമേശ്വരത്തെയും ബന്ധിപ്പിച്ച് പുതുതായി നിർമ്മിച്ച പാമ്പൻ കടൽ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 2-ന് ഉദ്ഘാടനം ചെയ്യും. പുതിയ പാലം രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽ പാലമാണ്. പാലം നിർമ്മിച്ചത് 535 കോടി രൂപ ചെലവിട്ട്. കർണാടകയിലെ മാണ്ടിയിൽ ഗണേശോത്സവ ഘോഷയാത്രയ്ക്കിടെ സംഘർഷം. ഇരുവിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. 2 പേർക്ക് പരിക്കേറ്റു. നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ത്യ ഫിലിപ്പൈൻസ് ജോയിന്റ് ഡിഫൻസ് കോപ്പറേഷൻ കമ്മിറ്റിയുടെ 5-ാമത് യോഗം മനിലയിൽ നടന്നു. പ്രതിരോധ സെക്രട്ടറി ശ്രീ ഗിരിധർ അരമനെയും ഫിലിപ്പൈൻസ് ദേശീയ പ്രതിരോധ മന്ത്രാലയത്തിലെ സീനിയർ അണ്ടർ സെക്രട്ടറി ഇറാനിയോ ക്രൂസ് എസ്പിനോയും യോഗത്തിന് നേതൃത്വം നൽകി. ഉഭയകക്ഷി വിഷയങ്ങളിലും ബഹുമുഖ വിഷയങ്ങളിലും ചർച്ച നടന്നു. BJP സർക്കാരിന്റെ കാലത്തെ അഴിമതികൾ പരിശോധിക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മന്ത്രിമാരുടെ 5-അംഗ സമിതിക്ക് രൂപം നൽകി. അന്വേഷണം വേഗത്തിലാക്കാനും മന്ത്രിസഭയോട് അന്വേഷണം നിർദ്ദേശിക്കാനുമാണ് 5-അംഗ സമിതിയെ രൂപീകരിച്ചത്. 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലുമുണ്ടായ നാശനഷ്ടങ്ങളുടെ പ്രാഥമിക റിപ്പോർട്ട് കൈമാറി. ഉടൻ തന്നെ കേന്ദ്ര സംഘം ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തുമെന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ. പാർലമെന്റ് അതിക്രമ കേസിൽ പ്രതിയായ നീലം ആസാദിന്റെ ജാമ്യാപേക്ഷ തള്ളി ഡൽഹി പട്യാല ഹൌസ് കോടതി. പ്രതികൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ ശരിയാണെന്ന് വിശ്വസിക്കാൻ മതിയായ കാരണങ്ങൾ ഉണ്ടെന്ന് കോടതി. കേസിനാസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ ഡിസംബറിൽ. പ്രശസ്ത രാജസ്ഥാനി ഗായകൻ മങ്കി ഖാൻ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഹൃദ്രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. രാജ്യത്ത് 70 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷ അനുവദിച്ച തീരുമാനം പ്രശംസനീയമെന്ന് മുഖ്യമന്ത്രി. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിയുന്ന വ്യവസായി നീരവ് മോദിയുടെ 29.75 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 6498 കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ ED അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി.
വെള്ളെഴുത്തിന് പരിഹാരമായി ഐഡ്രോപ്സ് കണ്ടെത്തിയെന്ന അവകാശവാദം വ്യാജം. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കെതിരെ നടപടിയുമായി ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ. രാജ്യാന്തര വാർത്തകൾ. ഖാൻ യൂനിസിൽ ഇസ്രായേലിന്റെ ആക്രമണം, 27 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമിയും യുക്രൈൻ തലസ്ഥാനമായ കീവിൽ യുക്രൈനിലെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ചൈനയുടെ മുൻ ദേശീയ രാഷ്ട്രീയ ഉപദേഷ്ടാവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയിൽ നിന്ന് പുറത്താക്കി. നാഷണൽ കമ്മിറ്റി അംഗമായ ലിയു ജുനെ CPC സെൻട്രൽ കമ്മീഷൻ ഫോർ ഡിസിപ്ലിൻ ഇൻസ്പെക്ഷൻ, നാഷണൽ കമ്മീഷൻ ഓഫ് സൂപ്പർവിഷൻ എന്നിവയുടെ അന്വേഷണത്തെ തുടർന്നാണ് പുറത്താക്കിയത്. ഗസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 41,020 94,925 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ. സെനഗലിൽ അഭയാർത്ഥി ബോട്ട് മുങ്ങി മരിച്ചവരുടെ എണ്ണം 26. അപകടത്തിൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. സ്വകാര്യ ബഹിരാകാശ ദൗത്യമായ പൊളാരിസ് ഡോണിലെ 2 യാത്രികർ ഇന്ന് ബഹിരാകാശത്ത് നടക്കും. പ്രൊഫഷണലുകളല്ലാത്ത യാത്രികർ ബഹിരാകാശത്ത് നടക്കുന്നത് ഇതാദ്യം. ബാഗ്ദാദ് വിമാനത്താവളത്തിന് സമീപമുള്ള US എംബസി കേന്ദ്രത്തിന് നേരെ റോക്കറ്റ് ആക്രമണം. റോക്കറ്റുകളിൽ ഒന്ന് US എംബസിയുടെ ലോജിസ്റ്റിക് സെന്ററിന് സമീപം പതിച്ചു. പാകിസ്ഥാനിൽ ഭൂചലനം 5.8 തീവ്രത രേഖപ്പെടുത്തിയ ആളപായം ഇല്ല. വിയറ്റ്നാമിൽ യാഗി ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 143. 58 പേരെ കാണാനില്ല. 30 വർഷത്തിനിടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണ് ഇത്. ചെക്ക് റിപ്പബ്ലിക്കിലെ ഒസ്ട്രാവ യൂണിവേഴ്സിറ്റിയിൽ വെടിവെപ്പ് നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ യുവാവ് പിടിയിൽ. യൂണിവേഴ്സിറ്റിയിലെ മുൻ വിദ്യാർത്ഥിയാണ് അജ്ഞാത ഭീഷണിക്ക് പിന്നിലെന്ന് ചെക്ക് പോലീസ്. ബെൽഗോറോഡിന്റെ അതിർത്തി മേഖലയിൽ റഷ്യൻ ചരക്ക് ട്രെയിൻ പാളം തെറ്റി. ആളപായമില്ല. ഈ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. തുർക്കിക്കെതിരായ പ്രതിരോധ വ്യവസായ നിയന്ത്രണങ്ങൾ നീക്കി നോർവേ. തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാനും നോർവീജിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നിയന്ത്രണം നീക്കിയത്. യുക്രൈൻ കടുത്ത ഡ്രോൺ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് റഷ്യ. യുക്രൈന്റെ യഥാർത്ഥ രൂപമാണ് ഡ്രോൺ ആക്രമണങ്ങളിലൂടെ വെളിപ്പെടുന്നതെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ്. US പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ കമല ഹാരിസിന് പിന്തുണയുമായി ടേലർ സ്വിഫ്റ്റ്. കമല ഹാരിസിനെ പിന്തുണച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായി താരം. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. സാംസങ് ഇന്ത്യയിൽ കൂട്ട പിരിച്ചുവിടൽ. 200-ലധികം എക്സിക്യൂട്ടീവുകളെ പിരിച്ചുവിടാൻ കമ്പനി നിർദ്ദേശിച്ചതായി സൂചന. മൗണ്ടൻ ഡ്യൂ ഉപഭോക്താക്കൾക്ക് പ്രശസ്ത ഗെയിം ഷോ കോൺ ബനേഗ പദ്ധതിയിൽ പങ്കെടുക്കാൻ അവസരം. മൗണ്ടൻ ഡ്യൂ വാങ്ങുന്ന ഉപഭോക്താക്കൾ QR കോഡ് സ്കാൻ ചെയ്ത് ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുക. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ഇലക്ട്രിക് കാറായ വിൻസർ പുറത്തിറക്കിയ MG മോട്ടോർ ഇന്ത്യ. SUVയുടെ സ്വഭാവവും സെഡാന്റെ സൗകര്യങ്ങളും ചേർന്ന ഇന്ത്യയിലെ ആദ്യ വാഹനമാണിതെന്ന് കമ്പനി. ഇരുചക്ര വാഹനങ്ങൾ, ആംബുലൻസുകൾ, ട്രക്കുകൾ എന്നിവയ്ക്കായി 10,900 കോടി രൂപയുടെ പ്രധാനമന്ത്രി ഇ-ഡ്രൈവ് പദ്ധതി കേന്ദ്രം അനുവദിച്ചു. 16 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡി നൽകിയ മുൻ ഫെയിം 2 സംരംഭത്തിന് പകരമാണ് പുതിയ പദ്ധതി. ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്ക് തൊഴിലാളികളെ വീണ്ടും റിക്രൂട്ട് ചെയ്യുന്നു. അടിസ്ഥാന സൗകര്യ, ആരോഗ്യ മേഖലകളിലെ വൈദഗ്ധ്യക്ഷാമം പരിഹരിക്കുന്നതിനായാണ് ടെൽ അവീവ് തൊഴിലാളികളെ തേടി ഇന്ത്യയിലെത്തുക. കഴിഞ്ഞ മാസം ഘാനയുടെ പണപ്പെരുപ്പം കുറഞ്ഞതായി ഘാന സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്. പണപ്പെരുപ്പ നിരക്ക് ഓഗസ്റ്റിൽ 20.4%. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിലൂടെ ഇന്ത്യക്ക് ലഭിച്ചത് വൻ സാമ്പത്തിക നേട്ടമെന്ന് റിപ്പോർട്ട്. 11,637 കോടി രൂപയുടെ വരുമാനമാണ് ഇന്ത്യ നേടിയതെന്ന് ICC. ഗ്രീൻ സ്റ്റീൽ പദ്ധതിക്കായി ടാറ്റ സ്റ്റീൽ UK സർക്കാരുമായി കരാർ ഒപ്പിട്ടു. 500 മില്യൺ പൗണ്ടിന്റേതാണ് കരാർ. ഫോർഡ് മോട്ടോറുമായി പങ്കാളിത്തം പുതുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. പുതിയ പ്ലാന്റ് തമിഴ്നാട്ടിൽ നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്ത്യയുടെ ഡിജിറ്റലൈസേഷൻ ആൻഡ് UPI സംവിധാനങ്ങളെ പ്രശംസിച്ച് ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്ക്. ജർമ്മനിയിൽ ഈ സംവിധാനം അസാധ്യമെന്ന് അന്നലീന ബെയർസ്റ്റോക്ക് പറഞ്ഞു. അന്താരാഷ്ട്ര എണ്ണവില 33 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. ക്രൂഡ് ഓയിൽ വില $70 താഴെയാകുന്നത് 2021 ഡിസംബറിന് ശേഷം ആദ്യമായി.
100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം ഇനി കായിക വാർത്തകൾ. ISL 11ാം സീസണിന് നാളെ കിക്ക് ഓഫ്. മോഹൻ ബഗാൻ മുംബൈ സിറ്റി വമ്പൻ പോരാട്ടത്തോടെയാണ് ലീഗിന് തുടക്കം. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ സെമിഫൈനൽ ഉറപ്പിക്കാൻ ഇന്ത്യ ഇന്നിറങ്ങും. ഉച്ചയ്ക്ക് 1:15 നടക്കുന്ന മത്സരത്തിൽ ദക്ഷിണ കൊറിയയാണ് എതിരാളികൾ. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിന് ജയം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിന് 4ാം ജയം. തൃശൂർ ടൈറ്റൻസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. സുരാജ് വെഞ്ഞാറമൂടും വിനായകനും പ്രധാന വേഷത്തിലെത്തുന്ന തെക്ക് വടക്ക് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. പ്രേം ശങ്കറാണ് സംവിധാനം. ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ചിത്രം നാളെ തിയേറ്ററുകളിൽ. ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈബ്സ് റിയാലിറ്റി ഷോ മത്സരാർത്ഥികൾ പാടിയ ചിങ്ങം തിളങ്ങണ് എന്ന ഓണം സോങ് പുറത്ത്. അശ്വതി നിതിലാണ് ഗാനരചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്. വൈറൽ ട്രെൻഡ്സ്. പലതരം ഊഞ്ഞാലാട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളൊരു ഊഞ്ഞാലാട്ടം അടുത്തിടെ ആരും കണ്ടു കാണില്ല. സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു വിദേശ വനിതയുടെ തകർപ്പൻ ഡാൻസ്. സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു ബസ്. നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത്. വൈറലായ ഒരു കുട്ടി നർത്തകി. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. വവ്വാലുകളുടെ മുഖത്തോട് സാമ്യമുള്ള അപൂർവ പുഷ്പം എന്ന അവകാശവാദത്തോടെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ബ്ലാക്ക് ബാറ്റ് ഫ്ലവർ എന്ന പേരിലാണ് ചിത്രം പ്രചരിക്കുന്നത്. എന്നാൽ ഇത് AI നിർമ്മിത ചിത്രമാണ് എന്നാണ് കരുതുന്നത്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. ഫ്രാൻസിൻ ചുഴലിക്കാറ്റ് US-ലെ ലൂസിയാനയിൽ കരതൊട്ടു. പ്രദേശത്ത് കനത്ത മഴയും വെള്ളപ്പൊക്കവും. പെറു മുൻ പ്രസിഡന്റ് ആൽബർട്ടോ ഫുജിമോറി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസിൽ 16 വർഷമായി തടവിലായിരുന്നു. കാനഡയിൽ കാട്ടുതീ വ്യാപനം രൂക്ഷം. ഏക്കർ കണക്കിന് വനഭൂമി കത്തിനശിച്ചു. ജാസ്പർ നാഷണൽ പാർക്കിലും കാട്ടുതീ പടർന്നു. സന്ദർശകർക്ക് വിലക്ക്. നൈജീരിയയിൽ പ്രളയക്കെടുതി രൂക്ഷം. 30 പേർ കൊല്ലപ്പെട്ടു. 4 ലക്ഷത്തിലധികം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കിഴക്കൻ ജർമ്മൻ നഗരമായ ഡ്രെസ്ഡണിലെ കരോള പാലം ഭാഗികമായി തകർന്നു. ആളപായമില്ല. തകർച്ചയുടെ കാരണം വ്യക്തമല്ല. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. പാകിസ്ഥാനിൽ 5ാമത്തെ എംപോക്സ് കേസ് റിപ്പോർട്ട് ചെയ്തു. രോഗിയുടെ നില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ്. എംപോക്സ് വാക്സിനേഷൻ ഡ്രൈവുമായി കോങ്കോ. അടുത്ത മാസം 2 മുതലാണ് വാക്സിനേഷൻ ഡ്രൈവ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന വാക്സിനേഷൻ ഡ്രൈവിൽ മുതിർന്നവർക്ക് മുൻഗണന. മധ്യപ്രദേശിൽ സൈനിക ഉദ്യോഗസ്ഥരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി വനിതാ സുഹൃത്തിനെ കൂട്ടബലാത്സംഗം ചെയ്തു. സൈനികർക്ക് ക്രൂരമർദ്ദനത്തിൽ ഗുരുതര പരിക്ക്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.